മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യം. സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17:21. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്ന പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് തന്നെ അയച്ചു എന്ന ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പ്രാർത്ഥന നമ്മൾ ഒന്നായി ജീവിക്കാനാണ്. ഒരിക്കലും ഈശോ ഭിന്നതയെ അംഗീകരിക്കുന്നില്ല. പലപ്പോഴും നമ്മള് ഭിന്നതയിൽ സന്തോഷിക്കുന്നവരായി മാറുന്നില്ലേ എന്നച്ഛൻ സംശയിച്ചു പോവുകയാണ്. കൊച്ചുനാളില് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പം മുട്ടായി മേടിക്കാൻ പൈസ ഇല്ല, എന്നാലും ഇച്ചിരി പൈസ മിച്ചിച്ചുണ്ടാക്കുന്നത് ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂട്ടുകാരെല്ലാവരും കൂടെ ആ ഐസ്ക്രീമിന്റെ ഓരോ സിപ്പ് എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരാള് ശകലം കഴിച്ചിട്ട് അടുത്ത ആളിന് കൊടുക്കും. അങ്ങനെ എല്ലാവരും അത് കഴിയുമ്പോൾ എല്ലാവരുടെ മുഖത്തുണ്ടാകുന്ന ചിരി കാണുമ്പോ ഒത്തിരി സന്തോഷം. ആരോഗ്യ കാരണങ്ങളാൽ ഞാൻ അത് ചെയ്യണമെന്നല്ല ഈ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ആ പങ്കുവെക്കലിന്റെ സന്തോഷം അത് നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ സ്വാർത്ഥമതികളായി മാറുകയാണ്. എന്റെ അഭിപ്രായം, എന്റെ കാര്യം, എന്റെ തീരുമാനം, ഇതിലേക്കങ്ങ് പോകുമ്പോൾ എന്ത് പറ്റുന്നു? കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് വ്യർത്ഥമായി മാറുകയല്ലേ? അവർ ഒന്നായിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഇടവക ഒന്നാണെങ്കിൽ, നമ്മുടെ കുടുംബം ഒന്നാണെങ്കിൽ, നമ്മുടെ സമൂഹം ഒന്നാണെങ്കിൽ എന്തൊരു സന്തോഷമാണ് അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കുന്നു, സന്തോഷിക്കുവാൻ സാധിക്കുന്നു. അത് നമുക്ക് പറ്റുന്നുണ്ടോ? കാരണം ഭിന്നത ഉള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് വ്രണമാണ്. അങ്ങനെ മുറിവേറ്റ മനസ്സുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയാണ്. എന്നാൽ കർത്താവിന്റെ പ്രാർത്ഥന സഫലീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഒന്നായി ജീവിക്കുക ആവശ്യമാണ്. ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടിവരും, ചില പങ്കുവെക്കലൊക്കെ വേണ്ടിവരും. ഞാൻ സമ്മതിക്കുന്നു. ആട്ടെ പോട്ടെ മനോഭാവം എന്ന് ഞാൻ പറയും. അത് പോകട്ടെ, സാരമില്ല എന്ന് കരുതാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭിന്നതയില്, സ്വാർത്ഥതയിൽ ജീവിക്കുകയില്ല. അതിനൊരിക്കലും ഇടവരരുത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ, ഐക്യത്തോടെ ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഐക്യം. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കണം, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.